ഇസ്ലാം എന്തുകൊണ്ട് അടിമത്തത്തെ പൂർണ്ണമായി നിരോധിച്ചില്ല? ഇസ്ലാം എന്തുകൊണ്ട് അടിമത്തത്തെ പൂർണ്ണമായി നിരോധിച്ചില്ല എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം അതൊരു പരിഹാരമായിരുന്നില്ല എന്ന് തന്നെയാണ്. അതിന് കാരണങ്ങൾ പലതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അന്നത്തെ പരിമിതമായ ആ ഒരു എക്കണോമിയിലേക്ക് അത്രയും വരുന്നൊരു ജനവിഭാഗത്തെ തൊഴിൽ രഹിതരായി തുറന്നു വിടുക എന്ന് പറഞ്ഞത് അവരുടെ ജീവിതത്തിന് തന്നെ പ്രത്യേകിച്ചും അതുപോലെ തന്നെ അന്നത്തെ അവിടുത്തെ ജനസമൂഹത്തിൻ്റെ മൊത്തത്തിലുള്ള ജീവിതത്തെയും വളരെ സാരമായ രീതിയിൽ ബാധിക്കുമായിരുന്നു. 1800-കളിൽ അമേരിക്കയിൽ അടിമത്തം നിരോധിച്ചതേ നമ്മൾ കേട്ടിട്ടുണ്ടാവുള്ളൂ. അതിൻ്റെ കാണാപ്പുറങ്ങൾ അനേകമാണ്. അതായത് പല അടിമകളും തിരിച്ച് ഉടമകളുടെ അടുത്തേക്ക് വരുന്നുണ്ട്, ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞിട്ട്. ആ ഒരു സാഹചര്യത്തിൽ തിയററ്റിക്കലി അവർ അടിമകളല്ലെങ്കിലും പ്രാക്ടിക്കലി അടിമകളായിക്കൊണ്ട് ഇവരെ കീഴിൽ കുടിയാന്മാരായിട്ടാണ് ഇവർ ജീവിക്കുന്നത്. ആ ഒരു സാഹചര്യമാണ്. അതായത് ഒറ്റയടിക്ക് ഈ ഒരു സാധനം നിരോധിക്കുക എന്നുള്ളത് ഒരിക്കലും പോസിബിൾ അല്ല. പക്ഷേ ഇസ്ലാം അവിടെ കൊണ്ടുവന്നിട്ടുള്ളത് ഒരു വ്യത്യസ്തമായ ടാക്ടിക്സ് ആണ്. അതായത് ഒരാൾ അടിമയാകാനുള്ള സാഹചര്യങ്ങളെ നന്നേ വെട്ടിക്കുറച്ചു. അതുവരെ ഉണ്ടായിരുന്ന സാഹചര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ബലാത്കാരമായ ഒരാൾ പിടിച്ച് അടിമയാക്കാം, അതല്ലെങ്കിൽ പലരും ദാരിദ്ര്യം കൊണ്ട് മക്കളെ അടിമച്ചന്തയിൽ കൊണ്ടുപോയി വിൽക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതെല്ലാം വെട്ടിക്കുറച്ചിട്ട് യുദ്ധ തടവുകാരെ മാത്രം അടിമകളാക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് ഇസ്ലാം വരുന്നു. അതോടുകൂടെ തന്നെ എന്ത് ചെയ്യുന്നു, ഈ നിലവിലുള്ള അടിമകളെ മോചിപ്പിക്കാനുള്ള ഒരുപാട് വാതിലുകൾ തുറന്നിടുന്നു. നമുക്ക് ഇസ്ലാമിൻ്റെ ഫിഖ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് തെറ്റുകൾക്കുള്ള പ്രായശ്ചിത്തമായിട്ട് നമുക്ക് ഈ ഒരു സാധനത്തെ കാണാൻ കഴിയും. അതായത് അടിമകളെ മോചിപ്പിക്കുക എന്നുള്ളത് ഒരു കഫാറത്ത് പ്രായശ്ചിത്തമായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ ഇസ്ലാമിൽ വളരെ വലിയൊരു പുണ്യപ്രവൃത്തിയായിട്ടും കൂടിയാണ് ഇതിനെ പരിചയപ്പെടുത്തുന്നത്. ഇതിനോട് നമുക്ക് ആഡ് ചെയ്യാനുള്ളൊരു സംഭവം എന്ന് വെച്ചാൽ പേർഷ്യൻ സാമ്രാജ്യത്തിലെയോ റോമൻ സാമ്രാജ്യത്തിലെയോ അതല്ലെങ്കിൽ പിൽക്കാലത്ത് വന്നിട്ടുള്ള കൊളോണിയലിസ്റ്റ് പീരീഡിന് കീഴിലുണ്ടായിരുന്ന ആഫ്രിക്കൻ അടിമ വംശത്തെ അത്തരം അടിമ സമ്പ്രദായങ്ങളോട് ഒരിക്കലും ഇസ്ലാമിൻ്റെ അടിമ വ്യവസ്ഥയെ നമുക്ക് കമ്പയർ ചെയ്യാൻ പോലും പറ്റില്ല. കാരണം അവരോട് എങ്ങനെ പെരുമാറണം എന്നുള്ളൊരു കൃത്യമായ ചട്ടം ഇസ്ലാം നൽകുന്നുണ്ട്. അവരെ ഉപദ്രവിക്കരുത്, അവരെ വധിക്കരുത്. അതുപോലെ തന്നെ ഈവൻ അവരോട് അവരുടെ മാന്യതയെ അല്ലെങ്കിൽ അവരുടെ അഭിമാനത്തെ കളങ്കപ്പെടുത്തുന്ന രീതിയിൽ സംബോധന പോലും ചെയ്യരുതെന്നാണ് ഇസ്ലാം പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പിൽക്കാലത്ത് വന്ന പല ഇസ്ലാമിക ഭരണകൂടങ്ങൾക്ക് കീഴിലും സുപ്രധാന പൊസിഷനുകളിൽ ഇത്തരം അടിമകൾ പദവി അലങ്കരിച്ചിരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇന്ത്യയിലെയും അതുപോലെ തന്നെ ഈജിപ്തിലെയും അടിമ വംശങ്ങൾ രാജവംശമായ ചരിത്രം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലൊക്കെ ഇസ്ലാമിൽ അടിമത്തത്തെ എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളതിന് കൃത്യമായൊരു രേഖ കൂടി കിട്ടും എന്ന് പറഞ്ഞു.